ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഉത്രാട ദിനമാണ്. ഞാനും അച്ചുവും ഇന്ന് തൊടുപുഴയ്ക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പട്ടിമറ്റത്താണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങണം. അവിടെ ചെന്നിട്ട് അമ്മയുടെ വീട്ടിൽ പോകാനുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സസ് എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ചേച്ചി പൂവിട്ടുകൊണ്ടിരിക്കുക കേട്ടോ പുറത്ത്. ഞാനത് കാണിച്ചു തരാവേ. ഇത് ഇന്നലെ ഞങ്ങൾ ഇട്ടതാണ്. മഴയായത് കാരണം ഞങ്ങൾ ഇന്നലെ അവിടെ ഇട്ട്. സാധാരണ ഇവിടെയാണ് ഇടുന്നത്. ഇന്ന് കുറച്ച് വലിയ വട്ടമല്ലേ? ലാസ്റ്റ് ആയിരുന്നു കുറച്ച് പൂക്കൾ ബാലൻസ് ഉള്ള എല്ലാം കൂടെ ഒന്ന് ഫൈനൽ. ദേ അപ്പം ഞങ്ങൾ പൂവിട്ട് കഴിഞ്ഞു. ഈ ഒരു വലിപ്പത്തിലാട്ടോ ഇന്ന് ഇട്ടേക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ കൂടുതലും ഓറഞ്ചും മഞ്ഞയായിരുന്നു. അപ്പം പിന്നെ ഈ ഒരു ഡിസൈനിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ മുടി എങ്ങനെയുണ്ട്? ഞാൻ ഇന്നലെ കേൾ ചെയ്തതാണല്ലോ. അപ്പം ഇന്നിപ്പം നെക്സ്റ്റ് ഡേ, ഫസ്റ്റ് ഡേ ആയി. അപ്പോഴത്തേക്കും ഇത് കണ്ടോ, നല്ല ഇങ്ങനെ വിടർന്ന്. ഈ ഒരു വിരിപ്പ് മാത്രമേ ഉള്ളൂ, കട്ടിയൊന്നും ഇല്ല. നല്ല വിടർന്ന് വന്നില്ലേ, നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മുടി ഇങ്ങനെ നല്ല കേൾസൊക്കെ വന്നിട്ട് ഇങ്ങനെ പൊന്തിച്ച് കിടക്കും. സെറ്റല്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ പോവുകയാണ്. സ്കൂട്ടറിനാണ് പോകുന്നത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാറിന് വീട്ടിൽ ചെന്നിട്ട് കാറിന് പോവും. തിരുമാറാടിക്കാട്ടോ നമ്മളിന്ന് പോകുന്നത്. കൂത്താട്ടുകുളം തിരുമാറാടി. എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം അച്ഛൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പനിയാണ്, പാവത്തിന് വയ്യ. യെസ്, അപ്പോൾ പോയിട്ട് കാണാം. തൊടുപുഴ എത്തി. ഞങ്ങൾ ഇനിയിപ്പം വണ്ടി ജസ്റ്റ് ഒന്ന് പണിക്ക് കയറ്റിയേക്കുക. 10 മിനിറ്റിനുള്ളിൽ വണ്ടി കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും. ശ്രീഹരി എന്താ കഴിക്കുന്നത്? പായസം. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം അച്ഛൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ജിതേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പം എനിക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ശ്രീഹരിക്കൊക്കെ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്ന ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഇത് അച്ഛന് കിട്ടിയ പെർഫ്യൂമാണ്. ഇതിവിടെ അവർ വീട്ടിൽ കൊടുത്തിട്ട് പോവാട്ടോ ചെയ്തേ. ഇത് വിക്ടോറിയ സീക്രട്ടിൻ്റെ ലവ് സ്പെൽ എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം ഇതെനിക്ക്. അതുപോലെ വിക്ടോറിയ സീക്രട്ടിൻ്റെ പ്യുവർ സെഡക്ഷൻ എന്ന് വെച്ച് പറഞ്ഞ ഫ്രേഗ്രൻസ് ലോഷനാണിത്. ലോഷൻ പെർഫ്യൂം. പിന്നെ എനിക്കൊരു ബാഗും കൂടി കിട്ടി ഗൈസ്. ചേട്ടനപ്പോൾ ഇതെല്ലാം ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമായി. പെർഫ്യൂം നല്ല സ്മെല്ലാണ്. വിക്ടോറിയ സീക്രട്ടിൻ്റെ അല്ലേ, നല്ല സ്മെല്ലുണ്ട് ആ പെർഫ്യൂമിന്. അതുപോലെ ലോഷൻ. ചേട്ടൻ ഇങ്ങനെയാ ഒരു എനിക്ക് തോന്നുന്നു ഒരു 1.5 years 2 years ഒക്കെ കൂടുമ്പോഴായിരിക്കും അവർ നാട്ടിൽ വരാം. നാട്ടിലെപ്പോൾ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ മിക്ക സ്റ്റുഡൻസ് അതെ കേട്ടോ, നാട്ടിലെപ്പോൾ വന്നു കഴിഞ്ഞാലും അച്ഛനെ ഇവിടെ വന്ന് കാണും. അച്ഛൻ എന്തെങ്കിലും ഷർട്ടോ മുണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ബെസ്റ്റ് ടീച്ചർ. ഭയങ്കര റെസ്പെക്റ്റാണ് ആ സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ അവരെപ്പോൾ വന്നു കഴിഞ്ഞാലും അതെ, ഈ പറഞ്ഞ ജിതേഷ് ചേട്ടനും വൈഫും കൊച്ചൊക്കെ ആയിട്ടായിരിക്കും വരിക. മിക്കപ്പോഴും തന്നെ നമ്മുടെ വീട്ടിൽ അവരെപ്പോൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പം ചേട്ടൻ വന്നപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ചേട്ടനുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടനൊന്നും തരാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം തന്നെ എനിക്കും അച്ഛനും പ്രത്യേകം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു.
വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞങ്ങളിവിടെ തിരുമാറാടി എത്തിയിട്ടോ. ഞങ്ങൾക്കൊരു 3/4 മണിക്കൂർ ട്രാഫിക് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. ഇവിടെ അമ്മയുടെ ചേച്ചിയും ഹസ്ബൻഡും മോനും ആണുള്ളത്. മോളും ഉണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണം കഴിച്ച് ആലുവയിൽ സെറ്റിൽഡാണ് അവർ. കുട്ടനച്ച അത് കുട്ടനച്ചനാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഞാൻ കുറേ ആയി വിളിച്ചിട്ട്. അപ്പം ഞാൻ വിളിച്ചില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പരാതി പറയും. അപ്പോൾ വന്ന വഴി എൻ്റെ അടുത്ത് ചോദിച്ചതാണ് കണ്ടത്. അപ്പം പ്രിപ്പറേഷനാണ് ഇവിടെ അടുക്കളയിൽ. ഇവിടെ രജിതാമ്മ ഓരോ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഫിഷ് ഫ്രൈ ആണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ. മോരുകറി, സാമ്പാർ, ബീൻസ് തോരൻ, പിന്നെ പപ്പടം, അച്ചാറ്, കൂട്ടുകറി, അവിയൽ എല്ലാം നമ്മളവിടെ തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴുത്തലേ കഴിഞ്ഞ് നിർത്തും. അവിടെ നിന്ന് നമ്മൾ ഷോപ്പിംഗ് അല്ലേ? ഷോപ്പിംഗ്. ഇത് കൊച്ചെറുക്കിന് വേണ്ടിയാണ് നമ്മൾ എടുക്കണം. നമ്മുടെ തക്കുച്ചേച്ചിയുടെ കൊച്ചിന് വേണ്ടി, കുഞ്ഞുണ്ണിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് എടുക്കണത്. തുണിയൊക്കെ എടുത്ത് കഴിഞ്ഞു. പനി വന്നില്ല. ഡേ ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. നമുക്ക് ഓണം നാളെയാണല്ലോ ഓണം. അപ്പോൾ ഓണം ആയത് കാരണം കടയിൽ കുറച്ച് ആൾക്കാർ ഒരു തുണിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് തപ്പിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഭയങ്കര ബിസി. അവരും ബിസി, നമ്മളും ബിസി. അപ്പം അങ്ങനെ തുണിയൊക്കെ എടുത്തു. ഒരുപാട് അവിടുത്തെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ ചായ കുടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്ന്? പനി പിടിച്ചത് ഇപ്പോഴും പനിയാണ്. വയ്യാണ്ടായി. നല്ലൊരു ഓണം ഇങ്ങനെ പനി വന്ന്, പക്ഷെ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുകയും ചെയ്തു പനി വന്നിട്ട് അല്ലേ? റെസ്റ്റ് ഇല്ലാണ്ട് ആക്റ്റീവായിട്ട് നടന്നു. നാളെ ആകുമ്പോഴത്തേക്കും ഓക്കെ ആയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ അതെ അതെ ഇപ്പം രാത്രിയായി. ഞങ്ങൾ എപ്പോഴാണ് വന്ന് കയറിയത്. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ച് പിന്നെ നേരെ വീട്ടിൽ പോയി. വീട്ടിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഫുഡും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്.